ചെറിയ പൈസയുടെ വണ്ടിയാ 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ 2015 വണ്ടി. 2015 1 ലക്ഷം രൂപ. ഞാൻ നിൽക്കുന്നത് അങ്കമാലി ശ്രീറാം ഓട്ടോമോളിന്റെ യാർഡിലാണ്. ഇവിടെ ശനിയാഴ്ച ലേലം നടക്കുന്നുണ്ട് അല്ലേ? അതെ, എല്ലാ ശനിയാഴ്ചയാണ് നമുക്ക് ലേലം വരുന്നത്. 12 മണിക്കാണ് ലേലം. 10 രജിസ്ട്രേഷൻ ആരംഭിക്കും. രജിസ്ട്രേഷൻ വരുമ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ 20,120 രൂപ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു കോഷൻ ഡെപ്പോസിറ്റ്. നമ്മൾ ലേലത്തിൽ പങ്കെടുത്തിട്ട് വണ്ടി എടുത്തില്ലെങ്കിൽ ആ സെയിം ഡേ തന്നെ നമുക്ക് 20,000 തിരിച്ചു റീഫണ്ടബിൾ ആണ്. ആകെ നമുക്ക് 120 രൂപ മാത്രമാണ് നമുക്ക് ചെലവ് വരുന്നുള്ളൂ. അതും വണ്ടികൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. നമുക്കിപ്പോ ശനിയാഴ്ച ലേലത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നേ വണ്ടികൾ വന്ന് വാങ്ങാനുള്ള സൗകര്യം ഉണ്ട്. തിങ്കൾ തൊട്ട് നിങ്ങൾക്ക് വെള്ളി വരെ ഏത് സമയത്തും വരാം. മെക്കാനിക്കായിട്ട് ആരായിട്ട് വന്ന് വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ലേലം വിളിച്ച് ശനിയാഴ്ച ദിവസമാണ് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ നിലവിലുള്ള കണ്ടീഷനിലാണ് വണ്ടി കൊടുക്കുന്നത്. അപ്പൊ പിന്നെ നമ്മള് ഈ പറഞ്ഞ മാതിരി എല്ലാ പണിയും തീർത്ത് ഭംഗിയാക്കി പോളിഷ് ചെയ്തിരുന്ന കച്ചവടമല്ല, സി കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ. അപ്പൊ അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുക, നിങ്ങൾക്ക് അതിന്റെ കംപ്ലൈൻസ് മനസ്സിലാവുക. ആ വിലക്ക് നിങ്ങൾക്ക് മാന്യമായിട്ട് തോന്നുന്ന വിലക്ക് ആ വിലക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. മാക്സിമം മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവില്ല. ഓൾമോസ്റ്റ് ഡീലേഴ്സിനൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കാനുള്ള ഗ്യാപ്പുള്ള വണ്ടികളാണ്. ഡീലർമാരൊക്കെ വന്ന് ബൾക്കായിട്ട് എടുത്തോണ്ട് പോയിട്ട് അതിൽ ചെറിയ പണികൾ ചെയ്തിട്ടൊക്കെ ഇവര് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ കസ്റ്റമേഴ്സിന് വരാണെങ്കിൽ കുറച്ചുകൂടി നല്ല ബെസ്റ്റ് ഓഫേഴ്സ് ആയിരിക്കും. കസ്റ്റമർ വരികയാണെങ്കിൽ ഇടനിലക്കാരൊന്നുമില്ല, ഡയറക്റ്റ് വന്നിട്ട് ലേലത്തിൽ പിടിച്ചിട്ട് കൊണ്ടുപോയി പോളിഷ് ചെയ്ത് ഉഷാറായി കഴിഞ്ഞാൽ പുത്തം പോലെ. പിന്നെ ചില വണ്ടികൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഇട്ടുണ്ട്. ഈ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ്. ചെറിയ പൈസയുടെ വണ്ടിയാ 1.5 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ 2015 വണ്ടി. 2015 1 ലക്ഷം രൂപ. സിംഗിൾ ഓണർ. പേപ്പർ എല്ലാം ക്ലിയർ ആയി. ഇത് വേറെ 80 രൂപ. 80,000 രൂപ. 80,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് CNG പെട്രോൾ, CNG സാൻഡ്രോ 2 യൂസ് ചെയ്യാല്ലേ. അപ്പൊ നമുക്ക് ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അഡീഷണൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കും. പേപ്പേഴ്സ് നമ്മൾ നിലവിൽ 90% എല്ലാ വണ്ടിയുടെയും പക്കാ ക്ലിയർ ആയിരിക്കും. ഇവിടെ നിന്ന് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കണേ. ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് പിന്നെ ഏതെങ്കിലും വണ്ടികളൊക്കെ നമുക്ക് RC ഇല്ലാത്തുണ്ടെങ്കിൽ നമ്മളത് പറയും. RC ഇല്ലാത്ത വാഹനമാണ്, ഫ്രഷ് RCയുടെ പേപ്പറാണ് തരിക, കാര്യങ്ങളൊക്കെ പറയാം. അതിന് അതേമാതിരി നല്ല പൈസയും കുറവുണ്ടാവും. അതൊരു 2 മാസമൊക്കെ പിടിക്കുന്ന ഒരു പ്രൊസീജിയറാ RC ഉണ്ടാക്കി എടുക്കാന്നുള്ളൂ. പിടിച്ചെടുക്കുന്ന വണ്ടികൾ നമ്മൾ ലേലത്തിൽ എടുത്തു കഴിഞ്ഞാൽ RC ഇല്ലാത്ത വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംശയം കൂടി നമ്മൾ മാറ്റിയാണ് ഫ്രഷ് RC നമുക്ക് അപ്ലൈ ചെയ്യാല്ലേ. അത് കിട്ടാതിരിക്കില്ല. അത് എല്ലാ വണ്ടിക്കൊന്നും കേട്ടോ, ഒരു 5% കുറച്ച് വണ്ടികൾക്ക് അത് നമുക്ക് കിട്ടാതിരിക്കില്ല. ലീഗലായിട്ട് എല്ലാവർക്കും ഇച്ചിരി ലാഗ് വരും, ചിലപ്പോൾ 1 month 2 months. അതെ, അത് നമുക്ക് RTO ഓഫീസിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പൊ ഒരു പേടിയും വേണ്ട, എല്ലാ ശനിയാഴ്ചയും നടക്കുന്നുണ്ട്. എല്ലാത്തരം വണ്ടികളുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങൾ നിലവിൽ 2 വീലർ, 4 വീലർ, 6 വീലർ, 8 വീലർ, 20 വീലർ വരെ വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ട്രെയിലർ വരെ ഉണ്ട്. പിന്നെ ഹിറ്റാച്ചി അതൊക്കെ വരാറുണ്ട്. ഇപ്പൊ നിലവിൽ കുറച്ചൊക്കെ വിറ്റ് കഴിഞ്ഞേക്കാണ്. JCB, ഹിറ്റാച്ചി, അങ്ങനെ ടോറസ്, ഭാരത് ബെൻസ്, പിന്നെ അതുപോലെ നാഷണൽ പെർമിറ്റ്, ഐസൊലേറ്റ് വണ്ടികൾ, എല്ലാത്തരം ട്രാവലർ തന്നെ ഇഷ്ടംപോലെ പല സീറ്റ് കപ്പാസിറ്റി ഉണ്ട്. ഈ 8 ഏക്കർ നിറച്ച് വണ്ടികളാണ്. 8 ഏക്കർ നിറച്ച് വണ്ടികളാണ്. വന്ന് നോക്ക്, തിങ്കൾ മുതൽ വെള്ളി വരെ മെക്കാനിക്കിനെ കൊണ്ട് വന്ന് നോക്ക്. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട ഒരു കൊട്ടേഷൻ ഞാൻ കൊടുക്കാൻ. പിന്നെന്താ, ഏത് ദിവസം ഇട ദിവസം വരാം. വണ്ടി നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ഇവിടെ 20,000 രൂപ കെട്ടിട്ട് കൊട്ടേഷൻ എഴുതി വെക്കുക. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലേലത്തിൽ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ എങ്ങനെ? കറക്റ്റ് ലൊക്കേഷൻ അപ്പോളോ ഹോസ്പിറ്റലിന്റെ അടുത്ത്, അങ്കമാലിക്ക് അടുത്ത് കറുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കേബിൾ ജംഗ്ഷൻ. അവിടെ നിന്ന് അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് റോഡ് ഏകദേശം ഒരു 400 മീറ്റർ നീങ്ങിയിട്ടാണ്. ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. ഇനിയിപ്പോ ഗൂഗിൾ മാപ്പിൽ ശ്രീറാം ഓട്ടോമോൾ അങ്കമാലി അടിച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് എത്തിച്ചേരാം. ഞങ്ങളിപ്പോ അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ശനിയാഴ്ച ഒന്ന് വന്ന് നോക്കുക. യൂസർ കാറിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾട്ടോ മുതൽ തുടങ്ങിയ പല കമ്പനികളുടെയും വിവിധ തരത്തിലുള്ള സെഗ്മെന്റ് വാഹനങ്ങളായി ഇപ്പോൾ സെഡാൻ ഉണ്ട്, ഹാച്ച്ബാക്ക് ഉണ്ട്, SUV ഉണ്ട്, MUV ഉണ്ട്. എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങളും അവൈലബിൾ ആണ്. അതിൽ പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമല്ല, ടാക്സി പെർമിറ്റ് ആയിട്ടുള്ള വാഹനങ്ങളും നിലവിൽ അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ട്രാവലറുകളാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പല സീറ്റിംഗ് കപ്പാസിറ്റിയിൽ വരുന്ന ഒരുപാട് ട്രാവലറുകളും ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ വലിയ വാഹനം, ചെറിയ വില, ഫുൾ ലോൺ. ഈ വാഹനത്തിനും ആ കിടക്കുന്ന വാഹനത്തിനും ഒക്കെ ഫുൾ ലോൺ അവൈലബിൾ ആണ്. പിന്നെ ഒരു വരുമാന മാർഗം ആഗ്രഹിച്ചിട്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ് നോക്കുന്നെങ്കിൽ ഇഷ്ടം പോലെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അവൈലബിൾ ആണ്. പല കമ്പനികളുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഉണ്ട്. പേപ്പേഴ്സ് എല്ലാം കാര്യങ്ങളും ക്ലിയർ ആയിരിക്കും. മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ സെയിം ഡേ തന്നെ ഇവർ സെറ്റ് ആക്കി. ടാറ്റയുടെ പ്രൈമ, സിഗ്ന, ഭാരത് ബെൻസ്, അശോക് ലെയ്ലാൻഡ് എന്നിങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ലോറികളാണ് ഈ ഒരു സെക്ഷൻ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാം തന്നെ ചുളു വിലക്ക്. മറ്റുള്ള ഷോറൂമുകൾ പോയിട്ട് വമ്പ വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ലേലത്തിൽ പങ്കെടുത്ത് മാക്സിമം നമുക്ക് വില കുറവ് വാങ്ങുകയാണെങ്കിൽ ചെറിയ ചെറിയ പണികൾ കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു എമൗണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. ടിപ്പർ, ടോറസ്, ബോഡി ടൈപ്പ്, നാഷണൽ പെർമിറ്റ് എന്നിങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഇനി മറ്റെവിടെയും കാണാത്ത ഇതുപോലെയുള്ള ട്രെയിലർ വാഹനങ്ങൾ ഈ ലേലത്തിൽ ഉണ്ടാവുന്നതാണ് മറ്റൊരു പ്രത്യേകത. മറ്റെവിടെയും നമുക്ക് കാണാൻ പറ്റാത്ത വാഹനങ്ങളാണ്. ട്രെയിലറിന്റെ കാര്യം പറഞ്ഞു ഒന്നും നല്ല കേട്ടോ, നമുക്ക് ഇഷ്ടംപോലെ ട്രെയിലറുകൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്.